ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കടന്നു വരികയാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ട ഗുരുവിന്റെ ഖബർ ജീവിതം എങ്ങനെയുണ്ട് എന്ന സ്വപ്നത്തിൽ അഭിസംബോധന നടത്തിയപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുകയാണ്, മോനെ, ഈ ദുനിയാവിൽ എനിക്ക് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പരിശുദ്ധമാകുന്ന കിതാബിന്റെ ഗ്രന്ഥങ്ങളുടെ രചനകൾ എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൽമുകൾ ഞാൻ കരഗതമാക്കിയിട്ടുണ്ട്. പേരും പ്രശസ്തിയും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കബൂലായത് ഒരു ഒറ്റ അമല് മാത്രമാണെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ശിഷ്യൻ ചോദിക്കുന്നു, ഓ ബഹുമാനപ്പെട്ട ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിന്നും ഏറ്റവും കൂടുതൽ കബൂലാക്കിയ ആ ഒരു അമൽ ഏതാണ്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ആരോരും കാണാതെ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിസ്കരിച്ചതായ തഹജ്ജുദിന്റെ ഏതാനും റകഅത്തുകൾ മാത്രമാണ് ആ ഖബറിടത്തിൽ ആഖിറമാകുന്ന ബർസഖിയാകുന്ന ലോകത്തിൽ എനിക്ക് തുണയായി കടന്നു വന്നതെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മറ്റുള്ള അമലുകളെക്കാൾ മറ്റുള്ള ഇബാദത്തുകളെക്കാൾ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻതൂക്കം നൽകിയതായ ഒരു അമലാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. വ്യത്യസ്തമാകുന്ന പ്രത്യേകതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റവാത്തിബ് നമസ്കാരങ്ങൾക്ക് പ്രത്യേകമാകുന്ന പ്രതിഫലങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധമാകുന്ന തഹജ്ജുദ് നിസ്കാരത്തിനെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ വെച്ച് തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ട് നേട്ടങ്ങളാണ് പ്രധാനമായും അവന് കിട്ടുന്നത് എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമതായി, തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്നവരെ ഈ ദുനിയാവിലും അങ്ങ് ആഖിറത്തിലും അവന്റെ പ്രകാശമുള്ള മുഖമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തിനെ മാറ്റുന്നതാണ്. എത്ര സൗന്ദര്യമില്ലാത്തവനാണെങ്കിലും, എത്ര ഇരുണ്ട നിറത്തിന്റെ ഉടമയാണെങ്കിലും അവന്റെ വജ്ഹിൽ, അവന്റെ മുഖത്ത് പ്രത്യേകമാകുന്ന ഒരു ഈമാനിന്റെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ പ്രതിഫലം അതാണെങ്കിൽ, രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ കയറ്റുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹ്ശറയുടെ അതിഭയാനകമാകുന്ന തീവ്രതകൾ നിറഞ്ഞതായ സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും കേട്ടവരല്ലേ? ശരീരത്തിന്റെ അവയവങ്ങൾ ഉരുകിയൊലിക്കുന്ന രൂപത്തിലുള്ള അതിഉഷ്ണമായ സാഹചര്യമാണ് മഹ്ശറയിൽ ഓരോ ആളുകളും സന്ധിക്കേണ്ടി വരുന്നത്. വർഷങ്ങളോളം ആ ഹയാത്തിലുണ്ടായിരുന്ന സമയത്തിലുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എണ്ണി പറയാൻ വേണ്ടി കോടാനകോടി ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വിചാരണയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയാണ്. ആശ്ചര്യത്തോടുകൂടി മറ്റുള്ള ആളുകൾ അവരാരാണ് കടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ അവിടുന്ന് വിളിച്ചു പറയുമത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ച ആളുകളാണ് ആ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു ആനയിക്കപ്പെടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും.
മറ്റുള്ള ഒരുപാട് പവിത്രതകൾ, ഒരുപാട് മഹത്വങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പ്രധാനമായി നമ്മുടെ മനോമുഖരങ്ങളിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഈ കടന്നു വരുന്ന റമളാൻ മാസത്തിലും അത് കഴിഞ്ഞുള്ളതായ മാസങ്ങളിലുമെല്ലാം ഈ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ.